ആഹാ ഇത് നോക്കിയപ്പോൾ എക്സിബിഷൻ തുടങ്ങാറായി തോന്നുന്നുണ്ട് തൃശ്ശൂരേ. അപ്പം അതിൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട്. എക്സിബിഷൻ തുടങ്ങാറായി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ നീ വേണ്ട തൃശ്ശൂർ മറ്റേ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് കയറൂല, ആ സ്ഥലമുണ്ട്. ഞാൻ കാണിച്ചു തരാം. നോക്കി കണ്ട നോക്കി. ഇത് അക്വേറിയം തോന്നുന്നു കേട്ടോ. കണ്ട ഇത് വലിയ അക്വേറിയങ്ങളാണ്. പക്ഷേ ഇവിടെ ആയിട്ടില്ല, എക്സിബിഷനോടുകൂടെ ആവും തോന്നണം. തൃശ്ശൂർ പൂരം അടുത്ത മാസമോ അങ്ങോട്ടാണ് തോന്നുന്നത്. മാർച്ചിലോ ഏപ്രിലാണ് തൃശ്ശൂർ പൂരം. കണ്ട അപ്പോൾ ഒരു വലിയതായിട്ട് ഒരു 4-5 ഉണ്ട് കാണാൻ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. തൃശ്ശൂർ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാനപ്പോൾ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ശക്തൻ സ്റ്റാൻഡിലേക്ക് നടന്ന് പോകുകയാണ്. അപ്പോൾ ഞാൻ വടക്കേ സ്റ്റാൻഡ് ശക്തൻ സ്റ്റാൻഡിലേക്ക് നടന്ന് പോകുമ്പോഴേ മറ്റേ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞാൻ പോണത്. അപ്പോൾ ഞാൻ തൃശ്ശൂർ പൂരം ആവാറായി, പിന്നെ എക്സിബിഷൻ തുടങ്ങാറായി. അപ്പോൾ എക്സിബിഷൻ തുടങ്ങുന്നതിനോടനുബന്ധിച്ച് ഇതിവിടെ കുറേ പന്തലുകളൊക്കെ വരണുണ്ടോ, കാണുന്നുണ്ടോ? ഇത് കണ്ട, ഇത് വടക്കേ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ കേരളം വഴിയാണത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വടക്കൻ സ്റ്റാൻഡിൽ നിന്ന് വടക്കുന്നാഥനിലേക്ക് പോകണ വഴി. ഇത് കണ്ട സൈഡിൽ കണ്ട ഓരോ പന്തലുകളൊക്കെ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ കട്ടൗട്ട് വെച്ച് മൂടി കണ്ട. നല്ല രസമുണ്ട് കാണാനായിട്ട്. കാണുന്നുണ്ടോ? നല്ല സ്റ്റേജ് പോലെ. പക്ഷെ ഇവിടെ ഉണ്ടോ, ഇതിപ്പോൾ നമ്മൾ ചെന്ന് കയറണതേ മറ്റേ വടക്കുന്നാഥനിലേക്കായിരിക്കും, വടക്കേ സ്റ്റാൻഡിൽ നിന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഒരു കയറ്റം പോലെയാണ്. അപ്പോൾ കിതക്കും നമ്മൾ. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു എക്സിബിഷൻ തുടങ്ങാറായല്ല. അപ്പം അതിനോടനുബന്ധിച്ച് ഇവിടെ കടച്ച് കാണണ്ട. ഇതിങ്ങനെ നമ്മൾ നേരിട്ട് മറ്റേ വടക്കുന്നാഥൻ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയി. ഞാൻ വടക്കുന്നാഥൻ അമ്പലം കാണിച്ചു തരാം കേട്ടോ. ഇതേ കണ്ട, ഇവിടെ വയ്ക്കുന്ന നോക്കി അപ്പടി പന്തലുകളായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ തൃശ്ശൂർ പൂരം ആവാറായില്ല. അപ്പോൾ അതിനോടനുബന്ധിച്ച് എക്സിബിഷൻ തുടങ്ങാറായി. അപ്പോൾ അതിന് സ്റ്റാളുകൾ കെട്ടണമെന്നാണ് കാണുന്നത്. രണ്ട് സൈഡിലും സ്റ്റാള്. അങ്ങനെ നമ്മൾ വടക്കുന്നാഥൻ്റെ മുന്നിൽ കയറിയിട്ടാ. ഇവിടെ നിങ്ങൾ കയറി ഇനി വടക്കുന്നാഥൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട, അവിടെ പാറമേക്കാവ് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, വടക്കുന്നാഥൻ കാണുന്നുണ്ടത്. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഓരോരുത്തരെ. കാണിച്ചിട്ട് നോക്കിക്കോട്ടെ. അതുപോലെ തന്നെ
പിന്നെ ഇവിടെ നമ്മുടെ റീൽസ് ചെയ്യുന്നുണ്ട് ചില പിള്ളേർ. ഇതാണ് ഗ്രൗണ്ട്. ഇല്ല, ഗ്രൗണ്ട് കാണുന്നുണ്ടോ? ഗ്രൗണ്ട് ഇവിടെ കാണുന്നതാണ് ഗ്രൗണ്ട് കേട്ടോ. ഇതിലെ കൂടെ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് സ്റ്റാൻഡിലേക്ക് അങ്ങോട്ട് പോവാം. ഞാൻ കാണിച്ചു തരാം. അതിൽ റോഡുണ്ട്, പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എക്സിബിഷനോടനുബന്ധിച്ച് ചെയ്യണ്ട തുടങ്ങണമല്ലോ. എക്സിബിഷൻ തുടങ്ങാറായി. അപ്പോൾ ആദ്യം പൂരത്തിനോടനുബന്ധിച്ച് കാണുന്നതാണ്. കാണുന്നുണ്ട്. ആ ആ ആ ഓ ആ ഓ ആ ഞാൻ ഇവിടെ ഗ്രൗണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മറ്റേ തൃശ്ശൂർ ഇത് തൃശ്ശൂർ റൗണ്ടിലുള്ള ഗ്രൗണ്ടാണിത് കേട്ടോ. ഞാനതിലെ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കണത്. ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ട്? ആ ഓക്കെ. ആ അത് തന്നെ. ആ ഓ ആ ഗ്രൗണ്ട്. ഇത് വടക്കുന്നാഥൻ്റെ അമ്പലം. ഞാൻ വടക്കുന്നാഥൻ്റെ അമ്പലം ഉണ്ടാക്കണം. ഞങ്ങോട്ട് പോയാലും ഒന്നും കൂടെ കാണാൻ പറ്റുള്ളൂ വടക്കുന്നാഥ്. ഇതിലങ്ങോട്ട് ഇനി കയറി ചെല്ലുമ്പോഴേ ഒരു വടക്കുന്നാഥൻ അമ്പലമുണ്ട്. അത് കാണിച്ചു തരാം. കണ്ട, ഇതൊരു വടക്കുന്നാഥൻ അമ്പലം. ഫ്രണ്ടിൽ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ പോണതാണ് മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക്. കാണിച്ചതാണ്. ഇതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും വടക്കേ സ്റ്റാൻഡിൽ. ഇപ്പോൾ മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് ഇറങ്ങുകയാണ് നേരെ. ഇതുകൊണ്ട് ആൾക്കാരൊക്കെ അവിടെ നടക്കുന്നുണ്ടോ? ഇവിടെ നേരിട്ട് നമുക്കിവിടെ നേരെ അണ്ടർഗ്രൗണ്ട് ഉണ്ട്, അതുവഴിയും പോവാ. അല്ലെങ്കിൽ നമ്മുടെ റോഡ് മുറിച്ച് കിടക്കുകയും ചെയ്യുക. അപ്പം റോഡ് മുറിച്ച് കിടക്കണേക്കാളും നല്ലത് അണ്ടർഗ്രൗണ്ടാണ്. ഇപ്പം റോഡ് മുറിച്ച് കിടക്കും. ഒറ്റക്കുള്ളത് കൊണ്ട് ശ്രദ്ധിച്ച് കിടക്കണം. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇവിടെ നിന്ന് കുറേ കച്ചവടക്കാരുണ്ടാവും റോഡ് സൈഡിൽ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ കാണാം കേട്ടോ.
അതെത്ര ഗ്ലാസ്? ഈ ഒരു ഗ്ലാസ് നോക്കി അത് ഏറ്റവും അടിയിലുള്ളത്. ഇങ്ങനത്തെ ഒരെണ്ണമുള്ള വേറെ ഉണ്ട് ഐറ്റം. എത്ര 100? 100 രൂപക്ക് ഒരു ഗ്ലാസ് വാങ്ങിയിട്ട് നോക്കിയേ. മറ്റേതോട്ടാ ഇത് വേണ്ടത് മതി. ഇത് മതി. ആ പിന്നെ ഇവിടെ കണ്ട ഷർട്ടുകളെല്ലാം അതുകൊണ്ട് നോക്കിയേ. ഷർട്ട് കണ്ടോ? പിള്ളേർ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഉപയോഗിച്ചതാണ് സംശയമുണ്ട് ഇതൊക്കെ. ഇവിടെ ഞായറാഴ്ച അല്ലേ, കുറേ സാധനങ്ങളുണ്ട് റോഡ് സൈഡിൽ. നല്ല നല്ല സാധനങ്ങളുണ്ട്. സൺഡേ മാർക്കറ്റാണിട്ടത്. നോക്കിക്കും ഷെഡികളൊക്കെ ഉണ്ട്. ഹിന്ദിക്കാരാണ് കൂടുതലത് വാങ്ങാൻ വരുന്നത് കേട്ടോ. കൂടുതലും ചണ്ടായതുകൊണ്ട് ഭയങ്കര തിരക്ക് ഇവിടെ. എല്ലാം കൂടി കൊടുക്ക്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ. മൊത്തമായിട്ട് ചെരുപ്പാ ചെരുപ്പ് 150 രൂപ 150 രൂപ. ജെൻസിൻ്റെ ഷർട്ടുകളാണ് കേട്ടോ. കുഴപ്പമില്ല ഷർട്ടുകൾ. പോട്ടുന്നു ചെരുപ്പുകൾ കണ്ട ചെരുപ്പുകളുണ്ട്. നോക്കിയാ എത്ര ചെരുപ്പ്? എത്ര? 50 രൂപ. ചെരുപ്പ് 50 രൂപ കാണുന്നത്. ബാഗുകളുണ്ട്. എത്ര കേട്ടോ ബാഗ്? 200. 150 200 അല്ലേ? ഇതെത്ര? 250. ആ ഇങ്ങനത്തൊക്കെ 200. ഇങ്ങനത്തൊക്കെ 200. ചെറിയ ഇതൊക്കെ 250.
ഹിന്ദിക്കാരെ തിരക്കാണ് ഇവിടെ ബലൂണ് ചെരിപ്പൊക്കെ ഉണ്ട് ഇവിടെ കൊണ്ട എല്ലായിടത്തും ചെരുപ്പുകൾ തന്നെ. സത്യങ്ങൾ 150 ചവിട്ടല ഞാൻ പറയാൻ സഞ്ചരി കൂട്ടി കൊടുക്കും. കല്ല് കൂടെ ഹിന്ദിക്കാരനായിട്ട് ഉണ്ട്. ये परफेक्ट 5 साल का है. ये वाला ये 5 साल का ज़्यादा बड़ा होगा. ये 7 साल का है. इसमें छोटा चाहिए छोटा देगा. ലേഡീസിൻ്റെ ഐറ്റങ്ങളാണ്. ലേഡീസിന് 100 രൂപയും തോന്നുന്നുണ്ട് അതൊക്കെ. ചെരുപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ചെരുപ്പുകളൊക്കെ ഉണ്ട്. നോക്കിയേ, ഇതാണ് നമ്മുടെ ശക്തൻ സ്റ്റാൻഡ്, മുനിസിപ്പൽ സ്റ്റാൻഡ്. ഈ സൈഡിലാണ് ഇതൊക്കെ ഇങ്ങനെ ഇട്ട് വിൽക്കണത്. കണ്ടോ, ഗ്ലാസുകൾ ഇവിടെ ഉണ്ട്. ഇത് പിള്ളേരുടെ ഡ്രസ്സുകളുണ്ട്, പിള്ളേരുടെ ഫ്രോക്കുകളുണ്ട് ഇവിടെ. ചേട്ടാ ഇതെത്ര? ചെറുതിൽ 150. ചെറുതിൽ 150. വലുത് ഇതെന്തൊട്ട് മിലിറ്ററി അല്ല അത്? പാൻറ് 250 അല്ലേ? തൃശ്ശൂർ നൂറ് രൂപ കണ്ട അത്യാവശ്യം കൊടുക്കേ. ബെഡ്ഷീറ്റ് ഉണ്ടോ? ആണ് ഞാൻ മുനിസിപ്പൽ സ്റ്റാൻഡിലെത്തിയത്. ഒരു കോർപ്പറേഷൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ജയിൽ വകുപ്പ് ഫുഡ് കൊടുക്കണുണ്ട്. ഇവിടെ ചപ്പാത്തി കണ്ട് ജയിലിൻ്റെ ആ സൈഡിലൊക്കെ കച്ചവടക്കാരനാണ്. കാരണം സൺഡേ അല്ലേ, ഫുള്ള് കച്ചവടക്കാരുണ്ടെന്ന്. കണ്ട് ഈ സൈഡ് ഫുള്ള് കച്ചവടക്കാരാണ്. അത് തൃശ്ശൂർ ഞാനിങ്ങനെ കാണിച്ചു തരാം. ഈ സൈഡ് കൊണ്ട്
ചോദിച്ചത് ഓക്കെ സ്റ്റാൻഡ് വാങ്ങുന്നത് മൊബൈൽ സ്റ്റാൻഡ് എത്ര ചോദിക്കട്ടെ കേട്ടോ ഇവിടെ എത്ര ചോദിക്കണം ഇതിൻ്റെ വേറെണ്ടാ ഇതിൻ്റെ കുറഞ്ഞതുണ്ടാ കുറഞ്ഞതില്ല 350 മൈക്ക് ഉണ്ടാവും ये 2500 ये 1700 ये वाला 1700 അതിനെത്ര $150 അതിന് വേറെ ഉണ്ടോ കുറഞ്ഞതുണ്ടോ ആ എന്താ ഇരുന്നൂറ്റമ്പത് പറ്റില്ല 320 വേണ്ട 250 തന്നെ പറ്റുമോ വേണ്ട ടീഷർട്ടുകളൊക്കെ ഉണ്ടോ ആ मेरा तो पूरा ऊपर पैंट ना हो വാവ് ടാറ്റു അടിക്കണം ടാറ്റു അടിക്കുന്നു ശക്തൻ സ്റ്റാൻഡിലേക്ക് പോവാ സൺഡേ ആയതുകൊണ്ട് ശക്തൻ സ്റ്റാൻഡിലെ കാഴ്ചകൾ കാണിച്ചു തരാൻ കാണണം കാഴ്ചകൾ കാണണം
ശക്തൻ സ്റ്റാൻഡിലേക്ക് പോകണ വഴിയാണ്. ഇത് പോലീസിൻ്റെ മുമ്പിൽ ഇപ്പം ശക്തൻ സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം നമ്മുടെ ശക്തൻ സ്റ്റാൻഡിലേക്ക് ശരിക്കും ഹിന്ദിക്കാർ മാത്രമുള്ള നമ്മുടെ ശക്തൻ സ്റ്റാൻഡ് ഫുള്ളായിട്ടും അവരാണ് കൂടുതലുള്ളത് ശക്തൻ സ്റ്റാൻഡിൽ. കാരണം പക്ഷേ ഇപ്പോൾ കുറേ നോമ്പായതുകൊണ്ടാണെന്നുകൊണ്ട് അധികം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കുറേ നമ്മുടെ ശക്തൻ സ്റ്റാൻഡിൽ എത്തുമ്പോൾ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പം അവിടെ എന്തോ പൂരത്തിനോടനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അവിടെ ഇതാണ് കാണും ഗ്രൗണ്ട് ഉണ്ടാവും. ഇവിടെ അമ്പലമുണ്ട്, അവിടെ അമ്പലമുണ്ട്. ശിവൻ്റെ അമ്പലമുണ്ട് അവിടെ, അത് കാണാം. നമ്മുടെ ആകാശപാത കണ്ടില്ലേ, ആകാശപാത കണ്ടോ. ആകാശപാത പറ്റേക്ക് കയറും. അങ്ങനെ ഞാൻ റോഡ് മുറിച്ച് കിടക്കും. ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, ഞായറാഴ്ച. ആകാശപാത സ്റ്റെപ്പ് കയറി പോവുക. അതേപോലെ ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് വഴി പോവുക. ഇത് ലിഫ്റ്റ് ഉണ്ട്. ഞാനേ റോഡ് മുറിച്ച് കിടക്കണം, കാരണം നടക്കാൻ വയ്യ. ഹിന്ദിക്കാരുള്ള ഹിന്ദിക്കാർ വല്ല വരവാണ്ട ദൂരം.
അപ്പോൾ ശക്തൻ സ്റ്റാൻഡിലേക്ക് കിടക്കുക. ശക്തൻ സ്റ്റാൻഡിലെത്തി. അപ്പം ബസ് കയറാൻ വീട്ടിൽ പോവുക. അപ്പോൾ ഇതൊക്കെയാണ് തൃശ്ശൂരത്തെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ തൃശ്ശൂർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനിയുണ്ട് തൃശ്ശൂരത്തെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. അത് ഞാൻ വരും ദിവസങ്ങളിലായിട്ട് കാണിക്കുന്നതായിരിക്കും. ഹിന്ദിക്കാരെ ഉള്ളതുണ്ട്, ഹിന്ദിക്കാരുണ്ടോ. ശക്തൻ സ്റ്റാൻഡിൽ ബസ്സുകൾ വരുന്നുണ്ട്. അപ്പം ശരി, എല്ലാവർക്കും ബൈ. ഇതാണ് ശക്തൻ സ്റ്റാൻഡാണ് കേട്ടോ. ശക്തൻ സ്റ്റാൻഡ് നോക്കി വേണ്ട. ശരി അപ്പം ശരി അപ്പം.